എല്ലാവർക്കും ക്വിസ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശിശുദിന ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹായകരമായ കുറച്ചു ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം എന്നാണ്? ഉത്തരം 1889 നവംബർ 14. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മസ്ഥലമായ അലഹബാദിൻ്റെ പുതിയ പേരെന്താണ്? ഉത്തരം പ്രയാഗ്രാജ്. ജവഹർലാൽ നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമന പേരെന്ത്? ഉത്തരം ചാച്ചാജി. ലോക ശിശുദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം നവംബർ 20. നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേര് എന്താണ്? ഉത്തരം മോത്തിലാൽ നെഹ്റു. നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേര് എന്താണ്? ഉത്തരം സ്വരൂപ് റാണി. UN ജനറൽ അസംബ്ലിയുടെ ആദ്യ വനിതാ അധ്യക്ഷയായ നെഹ്റുവിൻ്റെ സഹോദരി ആരാണ്? ഉത്തരം വിജയലക്ഷ്മി പണ്ഡിറ്റ്. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. നെഹ്റു ആദ്യമായി പ്രധാനമന്ത്രിയായ വർഷമേത്? ഉത്തരം 1947 ഓഗസ്റ്റ് 15. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ പാർലമെന്റിലെ ദർബാർ ഹാളിൽ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗത്തിൻ്റെ പേരെന്ത്? ഉത്തരം വിധിയുമായുള്ള കൂടിക്കാഴ്ച. ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം നടന്നത് ഏത് വർഷമാണ്? ഉത്തരം 1912 ബന്ദിപ്പൂർ സമ്മേളനം. നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. നെഹ്റു വിദ്യാഭ്യാസ ആവശ്യാർത്ഥം എത്രാമത്തെ വയസ്സിലാണ് ഇംഗ്ലണ്ടിലേക്ക് പോയത്? ഉത്തരം 16-ാമത്തെ വയസ്സിൽ. ഏഷ്യാറ്റിക് ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നൽകിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർ
എന്ന അറബി പദത്തിൻ്റെ അർത്ഥമെന്ത്? ഉത്തരം അമൂല്യമായ രത്നം. ഇന്ത്യയുടെ രത്നം എന്ന് നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനമേത്? ഉത്തരം മണിപ്പൂർ. നെഹ്റു ട്രോഫി വള്ളം കളിയുടെ പഴയ പേര് എന്താണ്? ഉത്തരം പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. നെഹ്റുവിൻ്റെ പ്രശസ്ത പുസ്തകമായ ഇന്ത്യയെ കണ്ടെത്തൽ നെ ആധാരമാക്കി ഭാരത് ഏക് ഗോജ് എന്ന TV സീരീസ് നിർമ്മിച്ച് സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം ശ്യാം ബെനഗൽ. നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷമേത്? ഉത്തരം 1929 ലാഹോർ സമ്മേളനം. ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷമേത്? ഉത്തരം 1955. ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രശസ്തമായ ആത്മകഥ ആർക്കാണ് സമർപ്പിച്ചിട്ടുള്ളത്? ഉത്തരം കമല നെഹ്റു. 1938 നെഹ്റു രൂപവൽക്കരിച്ച കമ്മിറ്റിയുടെ പേരെന്ത്? ഉത്തരം നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ഭരണഘടനയുടെ ആമുഖം. ജയിൽ ജീവിതകാലത്ത് നെഹ്റു മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകളുടെ സമാഹാരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. ജവഹർലാൽ നെഹ്റുവും അച്ഛൻ മോത്തിലാൽ നെഹ്റുവും ചേർന്ന് 1919 ആരംഭിച്ച വാർത്താപത്രത്തിൻ്റെ പേരെന്ത്? ഇൻഡിപെൻഡന്റ്. ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസത്തിനു ശേഷം ഇന്ത്യയിലെത്തിയ നെഹ്റു ഏത് കോടതിയിലാണ് പ്രാക്ടീസ് തുടങ്ങിയത്? ഉത്തരം അലഹബാദ് കോടതി. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏത്? പുന്നമടക്കായൽ. ജവഹർലാൽ നെഹ്റു ഏത് കുടുംബത്തിൽപ്പെട്ട ആളാണ്? ഉത്തരം കാശ്മീരിലെ കൗൾ കുടുംബം. നെഹ്റു ഗാന്ധിജിയെ ആദ്യമായി കണ്ടുമുട്ടിയത് എപ്പോൾ എവിടെ വെച്ചാണ്? ഉത്തരം 1916 ലക്നൌവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച്. നെഹ്റുവിൻ്റെ വിവാഹം നടന്നത് ഏത് വർഷമാണ്? ഉത്തരം 1916 വെച്ച് തന്നെ. ഈ വർഷം തന്നെയാണ് ഗാന്ധിജിയും നെഹ്റുവും കണ്ടുമുട്ടിയതും.